ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹരനെ വക്കീൽ പൊരിച്ചോണ്ടിരിക്കുകയാണ്. വക്കീൽ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മനോഹരടുത്ത്. നീ ആദ്യമായിട്ട് പെണ്ണ് കെട്ടിയത്, അതായത് പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് എപ്പോഴാന്ന് ചോദിക്കുമ്പോൾ 17ാമത്തെ വയസ്സിലാണെന്ന് പറയുന്നുണ്ട്. ആ പ്രായത്തിൽ മനോഹരന് ഒരു കുഞ്ഞുണ്ടാവാനായപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് അയാൾ മുങ്ങിയത്, മനോഹർ മുങ്ങിയത്. അത് മനോഹരനെക്കാളും ഇരട്ടി പ്രായമുള്ള പെണ്ണിനെയായിരുന്നു സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇപ്പൊ 21 വയസ്സുണ്ടാവുന്നു, ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ആ പെൺകുട്ടിനെ കുറിച്ച് ഇതിൽ അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോഹറിന് ഒന്നും അറിയില്ല. അങ്ങനെ മനോഹർ അങ്ങനെ ഓരോരുത്തർ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വക്കീൽ ചോദിക്കണോ, മനോഹരെ നിനക്കെ ഹൈ റേഞ്ചിനോടാണ് താല്പര്യമല്ലേ, അവിടെ കാടും മലയൊക്കെ ആയിട്ട് പെട്ടെന്ന് മുങ്ങാലോ, പിന്നെ നീ എപ്പോഴാണ് നാട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കണം. അപ്പൊ ആ ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ നാളെ മനോഹർ പറയുന്നുണ്ട് 10-20 വയസ്സിൽ തന്നെ മനോഹർ അങ്ങനെ നാട്ടിലേക്ക് എത്തിയായിരുന്നു. നാട്ടിലേക്ക് എത്തിയിട്ട് അവിടെയും ഇതുപോലെ തന്നെ പ്രായത്തിൽ കൂടിയ പെണ്ണുങ്ങളൊന്നും കുറഞ്ഞ പെണ്ണുങ്ങളൊന്നും മനോഹർ എല്ലാരും വരെ വീഴ്ത്തും. മനോഹറിനെ തിരിച്ച് ഏത് മീനാണ് കൊത്തുന്നത് അതിന് മനോഹർ അങ്ങോട്ട് എടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് പ്രത്യേകം കാണിച്ചിട്ടുണ്ട് പ്രായമുള്ള നല്ല അമ്മാമ്മമാരെ പോലും മനോഹർ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. മനോഹറിന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീ വരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ ഇങ്ങനെ നേരെ മനോഹർ ഇങ്ങനെ പറയണ്ട, അങ്ങനെ നാട്ടിലേക്ക് വന്നു, ഒരു സ്ത്രീനെ ഒരാളെ കല്യാണം കഴിച്ചു, അവര് ജീവിച്ചു, അവർക്ക് കുഞ്ഞുണ്ടായപ്പോ പിന്നെ അടുത്തടുത്ത് പോയി, അങ്ങനെ മലപ്പുറത്ത് പോയി, കോട്ടയത്ത് പോയി, കണ്ണൂർ പോയി, എറണാകുളത്ത് പോയി, തിരുവനന്തപുരത്ത് പോയി, തൃശ്ശൂർ, അങ്ങനെ പല പല കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വക്കീൽ പറയുന്നുണ്ട്, ആദ്യമൊക്കെ ഇവർ ഒരു വർഷം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമായിരുന്നു, ഒരു 5 വർഷം വരെ അങ്ങനെ തന്നെയായിരുന്നു, 25 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം തന്നെ 3 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച ചരിത്രം വരെയുണ്ട്. ഇവിടെ ഒരു കല്യാണം എന്ന് പറഞ്ഞ വക്കീൽ പറഞ്ഞ കല്യാണിനെ വിസ്തരിക്കുകയാണെന്ന് പറയാണ്. കല്യാണിക്ക് മനോഹറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാന്ന് പറയുമ്പോൾ അങ്ങനെ കല്യാണി പറഞ്ഞിട്ട് ഈ ഒരു വർഷം ഇവൻ വിവാഹം കഴിച്ചത് സരി എന്ന് പറഞ്ഞ പെൺകുട്ടിനെ, നിഷ എന്ന് പറഞ്ഞ പെൺകുട്ടിനെ, പിന്നെ നിതേനെ വിവാഹം കഴിക്കാൻ പോയി, ഞങ്ങൾ അത് മുടക്കി. അതിനുശേഷം മരിയനെ വിവാഹം കഴിക്കാൻ പോയി, അതും മുടക്കി. പിന്നെ വേറൊരു പെൺകുട്ടിനെ ഇതിനിടെ വിവാഹം കഴിക്കാൻ പോയി. അങ്ങനെ ഒരു വർഷം തന്നെയാണ് ഇവർ ഈ ചെയ്ത് കൂട്ടിയതെല്ലാം തന്നെ. എല്ലാ പെൺകുട്ടികൾക്കും ഓരോ കുഞ്ഞുണ്ടാകാനാകുമ്പോ അവനവിടുന്ന് കറക്റ്റ് ആയിട്ട് മുങ്ങും. ഇപ്പൊ ഇവന്റെ ഭാര്യ, അവസാനത്തെ ഭാര്യ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മരിയനെ വിവാഹം കഴിച്ചെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. അവസാനത്തെ ഭാര്യയായിട്ടുള്ള സരയു ഇവനെ തലതല്ലി പൊട്ടിച്ച് അവളിപ്പോ മാനസിക നില തെറ്റി അവളിപ്പോ ഹോസ്പിറ്റലിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം വന്ന് ഇവനെതിരെ സാക്ഷി പറഞ്ഞത് അവളായിരിക്കും. ഇവൻ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ 2 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കൂടെ മാത്രമാണ്. അതിന് കാരണമുണ്ട്, അവള് സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല, കുറച്ച് സാമർത്ഥ്യവും തന്റെയിടവും വാശിയും വൈരാഗ്യവും കൊലപാതകം ചെയ്യാനുള്ള ചിന്തകളും അങ്ങനത്തെ ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. പിന്നെ അവൾക്ക് അതിനൊരു കുഞ്ഞുണ്ടായിരുന്നു, കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള. ആ കുഞ്ഞായിട്ട് ഇവന് എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ കുഞ്ഞിന്റെ മുഖം മാത്രമേ ഇവൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇവന് ഒരുപാട് പിള്ളേര് ജനിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ പോലും ഇവൻ കണ്ടിട്ടില്ല. ഇവൻ ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞിന്റെ മുഖം ആ കൺമണിയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 2 വർഷം അതിന്റെ കൂടെ ജീവിച്ചത് എന്നൊക്കെ പറയാണ് കല്യാണി. അങ്ങനെ മനോഹർ പറയുന്നുണ്ട് പിന്നീട്, അതെ എന്റെ മോള് കൺമണി, അവള് ജനിച്ചപ്പോ മുതൽ എനിക്ക് അവളെ വിട്ടു പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് 2 വർഷം സരയുവിന്റെ കൂടെ പിടിച്ചു നിന്നത് എന്ന് പറയുമ്പോൾ കല്യാണി പറഞ്ഞിട്ട്, ഒരിക്കലുമല്ല, ഇവന്റെ സ്നേഹവും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. സരയുവിന്റെ കയ്യിലെ പണം ഫുള്ളും ഇവൻ തീർത്തപ്പോ സരയുവിനെ കൊണ്ട് ഒരു ഉപകാരം ഇനി ഉണ്ടാവില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവൻ സരയുവിനെ ഉപേക്ഷിച്ചത്. അത് സരയുവിനെ ഉപേക്ഷിച്ച് വേറെ പെണ്ണിനെ കെട്ടാൻ പോയപ്പോ ഞാനും കിരണേട്ടനും പിന്നെ ഇവന്റെ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇവ വേറെ വിവാഹം കഴിക്കാതിരുന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ മരിയം പറയുന്നുണ്ട്, അതെ എന്നെ ഇവൻ പറ്റിച്ചു, അമേരിക്ക പോകാന്ന് വെച്ച് നിൽക്കായിരുന്നു. കറക്റ്റ് സമയത്ത് കിരണും കല്യാണിയും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇവന്റെ അമേരിക്ക ഞാൻ ഇവന്റെ കൂടെ പോവാതിരുന്നത്. ഞാൻ എന്റെ ജീവിതം രക്ഷപ്പെട്ടതിന് കാരണം അത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. നിശ്ചയം പറയണം, എന്റെ കൂടെ 3 മാസമേ ജീവിച്ചുള്ളൂ, പക്ഷെ ആ 3 മാസം കൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ട അത്ര ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞ നിശ്ചയം പറഞ്ഞിട്ട് ജുബാനയും പറഞ്ഞിട്ട്, അത് എന്റെ കൂടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമേ നിന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോവാന്ന് പറഞ്ഞ് പോയി. പിന്നെ 3 മാസം കൂടുമ്പോൾ വരും, എന്റെ കൂടെ 2 ദിവസം നിൽക്കും, പിന്നെ പോകും, അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ അമ്മാമ പോലത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവരും പറയുന്നുണ്ട് എനിക്ക് എന്നെക്കാളും 10 വയസ്സ് ചെറുതായിരുന്നു ഇവനിട്ട് എന്നെ പ്രണയിച്ചു വീഴ്ത്തി. അതുപോലെ അവരും അവരുടെ കഥകൾ പറയാട്ടോ. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് കോടതി അങ്ങനെ വിധി എഴുതാണ്. മനോഹർ എന്ന് പറഞ്ഞ മനോഹരനെ റിമാൻഡ് ചെയ്യാണെന്ന് പറയാട്ടോ. അങ്ങനെ മനോഹരന്റെ മക്കളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് മനോഹരന്റെ അത്രയും പ്രായമുള്ള പെൺകുട്ടിയുണ്ട്, അതായത് 10-12 വയസ്സുള്ള ആമ്പിള്ളേരും അങ്ങനെയൊക്കെ ഉണ്ട്. മനോഹരന്റെ 21 വയസ്സിന്റെ മോളിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളത്തെ വീക്കെൻഡ് പ്രൊമോയിലെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ മനോഹർ അങ്ങനെ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോണ സമയത്ത് സരു ഈ വാർത്തയൊക്കെ ടിവിയിൽ കണ്ടിട്ട് ദേഷ്യം വരും കേട്ടോ. താര സരിന് സമാധാനിപ്പിക്കേണ്ട, സാരില്ല, അവന് എന്തായാലും ഇനി പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ല, എന്നാൽ അവന്റെ ഇത് തീരും എന്ന് പറയുമ്പോൾ സരിയോ പെട്ടത്, അത് എങ്ങനെ തീരും അമ്മേ, എന്റെ ജീവിതം മാത്രം എന്തോരം പെണ്ണുങ്ങളുടെ ജീവിതം അവൻ തൊലച്ചു, എന്നിട്ട് അവൻ ജയിലിൽ പോയി സുഖിച്ച് കിടക്കാൻ പോവാണ്, അവൻ അതൊന്നല്ല കൊടുക്കണം, അവൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണമായിരുന്നു, ഞാൻ ചെയ്ത് തന്നെയാ കറക്റ്റ്, ആ നിയമം തന്നെയാ കറക്റ്റ് എന്നൊക്കെ സരിയോ ഇങ്ങനെ പറഞ്ഞ്
വിഷമിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് പിന്നീട് പ്രകാശിനെയാണ്. പ്രകാശിനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വാർഡിലേക്ക് വന്നു കേട്ടോ. വാർഡിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പ്രകാശൻ പറയേണ്ട കാർത്തിക അടുത്ത് എന്നെ ഒന്ന് നടത്തിപ്പിക്കാവെന്ന് പറയാണ്. കാർത്തിക പറഞ്ഞു ഡോക്ടർ അധികം നടക്കണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്, എന്നാലും ഇവിടെ ഒക്കെ ഒന്ന് നടത്തോ മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശന്റെ കൈ പിടിച്ച് അവിടുത്തെ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ നടത്തുവാട്ടോ. പ്രകാശനോട് പറഞ്ഞ അച്ഛനെ വൈകി നടക്കണ്ട അച്ഛൻ, ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല മോളെ, കുറെ നാളിങ്ങനെ നടന്നിട്ടൊന്നുമില്ല, രണ്ട് കാലേ വല്ലാത്തൊരു പെയിൻ എന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ട അച്ഛൻ അങ്ങനെ പെയിൻ ഉണ്ടാകും, എന്തായാലും അച്ഛന് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആക്കുള്ളൂ, ഫിസിയോതെറാപ്പി പോലത്തെ കാര്യങ്ങളൊക്കെ തെറാപ്പിയൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് അച്ഛൻ ഡിസ്ചാർജ് ആവുള്ളൂ. എല്ലാം മോളെ കല്യാണി വന്നില്ലെന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ട അച്ഛനോട് പറയാൻ മറന്നു, അച്ഛൻ ആ സമയത്ത് മയങ്ങി കിടക്കുമായിരുന്നു, മനോഹരനെ ഇന്ന് റിമാൻഡ് ചെയ്തു എന്ന് പറയണം. ആണോ? അതെ, ഇന്ന് ടിവിയിലും പത്രത്തിലൊക്കെ അത് തന്നെയാ ന്യൂസ്. കാരണം അത്രയ്ക്കും ഉണ്ട് അവന്റെ വീരഗാഥകൾ. അവൻ 17 വയസ്സിൽ ആദ്യം അച്ഛനായതെന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങണം. 20 വർഷം അവൻ പെണ്ണുങ്ങളെ പറ്റിച്ച് ജീവിക്കണത്. എനിക്കറിയായിരുന്നു മോളെ, ഞാനിത് സരുവിനെ അറിഞ്ഞപ്പോ സരുവിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ, പക്ഷെ അവൾ അതൊന്നും കേട്ടില്ല. എന്നാലും ഇപ്പൊ അവൾക്ക് മനസ്സിലായച്ചാ. അപ്പൊ അവളുടെ സ്വഭാവം മാറിയോ മോളെ? എങ്കിലും അവളെ വിശ്വസിക്കാൻ പാടില്ല, അവൾക്ക് നല്ല പ്രതികാര ബുദ്ധി ഉണ്ട് എന്ന് പറയുമ്പോ കാർത്തിക പറയണ്ട അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, എന്നിട്ട് അച്ഛൻ മാറിയില്ലേ, അമ്മമ്മ മാറിയില്ലേ, അതുപോലെ ചിലപ്പോ സരിയും മാറുമായിരിക്കും, കാരണം അവളൊരു പെണ്ണാണെന്ന് എന്തൊക്കെ പറയാലും അവൾക്ക് ജനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് ചിലപ്പോ മാറുമായിരിക്കും വെച്ചാ. പിന്നെ വേറൊരു കാര്യം, സരുവിന് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇനി വിശദീകരിച്ചു കൊടുക്കുക. പ്രകാശം പറഞ്ഞു എന്ത് ചെയ്യാനാ, അങ്ങനെ ദുഷ്ടത്തരം കാണിച്ചവർക്കൊക്കെ ഓരോരുത്തരെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ മോളെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ദുഷ്ടത്തരം കാണിച്ച് അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇപ്പൊ എന്റെ കാല് പോയി. പിന്നെ കല്യാണി മോളെ നല്ല മനസ്സായതുകൊണ്ട് എനിക്ക് വലിയ ശിക്ഷയൊന്നും ദൈവം തന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കണത് എന്നൊക്കെ പ്രകാശം പറയുന്നുണ്ട്. ഇനിയിപ്പൊ എനിക്ക് അധികം നാളൊന്നും ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, എന്റെ പെമ്മക്കളുടെ കൂടെ കുറച്ച് ദിവസം കൂടി ജീവിച്ച് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അച്ഛന് ഒരു ആഗ്രഹം ഉണ്ട് മോളെ. അതെന്താ അച്ഛാ എന്ന് കാർത്തിക ചോദിക്കുമ്പോ, അല്ല എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, എന്റെ മോളുടെ വിവാഹം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് മോൾ ഒഴിവ് പറയരുത്, അച്ഛന്റെ ഒരു അവസാന ആഗ്രഹമായിട്ട് അച്ഛൻ മോള് കൂട്ടിക്കോ, മോൾ എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിക്കണം, നല്ലൊരു പയ്യനെ കിരണും പയ്യനെ കല്യാണി തന്നെ കണ്ടുപിടിച്ചു തരൂ, അവരെല്ലാം നോക്കിക്കണ്ട് മാത്രമേ നിന്നെ വിവാഹം കഴിപ്പിക്കുള്ളൂ. ഇപ്പൊ സോണിനെ തന്നെ കണ്ടില്ലേ, സോണിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ആൽബി എന്ത് നല്ല പയ്യനാ, അതുപോലെ തന്നെ എന്റെ മോൾക്ക് നല്ലൊരു പയ്യനെ അവര് കണ്ടുപിടിച്ചു തരും. അച്ഛാ അതൊന്നും വേണ്ട അച്ഛാ, അച്ഛനെ അറിയാവുന്നതല്ല എന്റെ കാര്യങ്ങൾ, എനിക്കറിയാം ഗംഗപ്രസാദ് മോളെ തല കഴിച്ചത്, മോൾക്ക് സുഖമില്ലാത്തതൊക്കെ അറിയാം, മോളെ എല്ലാം അറിഞ്ഞു കൊണ്ടിട്ട് മോളെ വിവാഹം കഴിക്കാൻ ഒരാൾ വരും, അച്ഛനല്ലേ പറയണത്, അച്ഛൻ അത്രയ്ക്ക് ഉറപ്പുണ്ട് മോളെ നമ്മുടെ ജീവിതം എന്ന് പറയണത്. ഇപ്പൊ മോൾക്കിപ്പോ സുഖമില്ല മോൾ ഇങ്ങനെയൊക്കെ പറയണ്ട്, നമുക്ക് നമ്മുടെ ജീവിതം ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതമാണ്, നല്ല ആരോഗ്യമുള്ള ആൾ പോലും അടുത്ത ദിവസം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഉള്ള സമയത്ത് സന്തോഷമായിട്ട് ജീവിക്കുക. മോൾക്കും വേണ്ട മോളെ കുട്ടികളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ, കല്യാണിനെയും കാദംബരിനെയൊക്കെ കാണുമ്പോൾ മോൾക്കും തോന്നാറില്ലേ അവരുടെ കൂടെ ഒരു ഭർത്താവിന്റെ കുഞ്ഞിന്റെ കൂടെ മോൾക്കും നിൽക്കണമെന്ന്. അപ്പൊ കാർത്തിക് ഒന്നും മിണ്ടുന്നില്ല. പ്രകാശം പെണ്ണ് എനിക്ക് അറിയാൻ മോളെ നിനക്കും അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെന്ന്, ഞാൻ കല്യാണി മോളുടെ സീരിയസ് ആയിട്ട് ഈ കാര്യം സംസാരിക്കാൻ പോവാ എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനോഹറിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഏത് ജയിലിലെന്ന് വെച്ചാൽ നമ്മുടെ പ്രകാശനല്ല വിക്രമും ഗംഗപ്രസാദും അതുപോലെ തന്നെ രാഹുൽ ഇരിക്കുന്ന ജയിലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാരും കൂടി കളിയാക്കി കൊല്ലുവാണ് മനോഹറിന്റെ മുഖം ഉയർത്താൻ പറ്റുന്നില്ല. പക്ഷെ മനോഹർ അവിടെ ഗംഗപ്രസാദ് കൂട്ടുകൂടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് രാഹുൽ ആ സത്യം മനസ്സിലാക്കുന്നത്. ഈ ഗംഗപ്രസാദും മനോഹറും തമ്മിൽ ഭയങ്കര കൂട്ടാണെന്നും അവർ വർഷങ്ങൾക്ക് മുമ്പുള്ള കൂട്ടാണെന്നൊക്കെ മനസ്സിലാക്കുന്ന രാഹുൽ ഗംഗപ്രസാദ് തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഗംഗ എടുത്തു ദേഷ്യമൊക്കെ തോന്നും കേട്ടോ രാഹുലിന്. പിന്നെ മനോഹറിന്റെ മക്കളും ഒക്കെ തന്നെ മനോഹരനെ കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.